ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പല്ലിനായാലും നമ്മുടെ ശരീരത്തിനായാലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഷുഗർ, അതായത് പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വായിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവരും പുതിയ സ്റ്റഡീസ് പറയുന്നതാണെങ്കിലും, ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഇപ്പോൾ എല്ലാവരും കുറച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോഴത്തെ യൂത്ത്, അതായത് ചെറുപ്പക്കാരാണെങ്കിലും അതല്ലെങ്കിൽ ഒരു പ്രായമായാണെങ്കിലും ഒക്കെ തന്നെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറച്ചു കൊണ്ടുവരികയാണ് അവരുടെ ഫുഡിൽ. അപ്പം അത് നമ്മൾ കുറച്ച് കൊണ്ടുവരാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിനും വളരെയധികം ദോഷകരമായി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. പഞ്ചസാര നമ്മൾ ഷുഗർ കെയിൻ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിന് നമ്മൾ വൈറ്റ് കളർ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫൈൻ അത്രയും ചെറിയ പൊടിയാക്കാൻ വേണ്ടി അതിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള രൂപത്തിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ദോഷകരമായിട്ടാണ് പഞ്ചസാര എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ പലഹാരങ്ങളിലും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസിലും ഒക്കെ തന്നെ ധാരാളം നമ്മൾ പഞ്ചസാരകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മുടെ വായിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിഞ്ഞതുകൊണ്ട് തന്നെ അതില്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ, ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പഞ്ചസാര കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ശരീരഭാരം കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം അത് ഡള്ളാക്കാനും, നമ്മുടെ ഏജ് പെട്ടെന്ന് വരാനും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സെൽസിൻ്റെ ഗ്രോത്തിനും ഒക്കെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി നമുക്ക് അറ്റ് എ ടൈം നമുക്ക് പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കുറേശ്ശെ നമ്മളത് കുറച്ചുകൊണ്ട് വരിക. അതായത് നമ്മൾ ചായയിൽ ഒരു 2 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചിട്ട് ഒരു 1 ടീസ്പൂൺ ആക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നും കുറയ്ക്കുക. അങ്ങനെ പതുക്കെ നമ്മൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയ്ക്കുക. പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഡഡ് ഷുഗർ എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് ഫുഡിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ എത്തുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ വേണ്ടതിൻ്റെ കൂടുതൽ അളവ് നമ്മൾ മറ്റുള്ള ഐറ്റം, അതായത് മറ്റുള്ള ആഹാര പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു. അത് കാരണം തന്നെ നമ്മുടെ ശരീരത്തിന് അത് പലതരത്തിലുള്ള ദോഷങ്ങൾ വരുത്തുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. അതായത് നമ്മുടെ ശരീരം ഭാരം കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഹെയർ ലോസ്, ഡാൻഡ്രഫ് വരുന്നത്, നമ്മുടെ സ്കിന്നിനെ വളരെ ഹെൽത്തി ആയിട്ട് നിർത്താൻ, നമ്മുടെ ഉറക്കം ഭയങ്കര ഡീപ്പ് സ്ലീപ്പിന് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ദോഷമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഷുഗർ കാരണം നമുക്ക് ഷുഗർ കുറയ്ക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ അത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഷുഗർ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ഇപ്പോൾ ചായ ആണെങ്കിൽ ചായ ഞാൻ കുറയ്ക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ജ്യൂസുകൾ ഐറ്റംസിലാണെങ്കിൽ നമ്മൾ കുറയ്ക്കാൻ നോക്കുക. അതുപോലെ എല്ലാ ലഡു, അതുപോലെ തന്നെ എല്ലാ പലഹാരങ്ങളും നമ്മൾ കഴിക്കുന്നതിലും ഷുഗർ ഉള്ള പദാർത്ഥങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. വെറും നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാര മാത്രമല്ല, നമ്മൾ പഞ്ചസാരയുള്ള ബാക്കിയുള്ള എല്ലാ ബേക്കറി ഐറ്റംസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദിവസവും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വരുത്തുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്, ഷുഗർ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിസ്റ്റമിക് ഡിസീസ്, അതായത് നമ്മളെ ഡെയിലി നമ്മളെ ഭക്ഷണക്രമം നമ്മൾ പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അങ്ങനെ പലതരത്തിലുള്ള നമ്മളെ നോർമൽ അസുഖങ്ങൾ
കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് അതിൽ പ്രധാനമായിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്ന നമ്മളുടെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഷുഗർ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അറിയില്ല, നമ്മൾ ആ ഒരു കഴിച്ച് നമുക്ക് ആ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 35 വയസ്സ് 40 വയസ്സൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഷുഗറിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുകയും നമുക്കത് ഡയബറ്റിക് ആണെന്ന് നമ്മൾ അറിയുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ആദ്യം മുതലേ നമ്മളുടെ ഭക്ഷണത്തിൽ ഷുഗറിൻ്റെ അളവ് കുറച്ച് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറച്ച് നമ്മൾ ആ ഒരു ക്രമത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ വളരെയധികം അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പഞ്ചസാര കഴിക്കാനുള്ളൊരു പഞ്ചസാരയുടെ ശീലം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് കുറേശ്ശെ പഞ്ചസാര കഴിക്കുക, അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് ഒക്കേഷനിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ വലിയ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ നമ്മൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പവും വരില്ല. അങ്ങനെ നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓവറോൾ ലൈഫിൽ നമുക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റും. ഇതുപോലെ ഷുഗറും അല്ലെങ്കിൽ ഡയബറ്റിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇനി ഇത് നമ്മൾ വായിലോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളെ കേടുവരുത്തുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബാക്ടീരിയകൾക്ക് വായിൽ വളരാനുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് അത് ഉണ്ടാക്കുകയാണ്. അതായത് ബാക്ടീരിയകൾ ആസിഡ് റിലീസ് ചെയ്യുകയും പല്ലുകൾ വേഗത്തിൽ തന്നെ ദ്രവിച്ചു പോവുകയും പല്ലുകൾ വേഗത്തിൽ തന്നെ കേടുവരാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പഞ്ചസാരയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ പലൊരു ഇതിൽ ഞാൻ വായിച്ചു ആർട്ടിക്കിളിൽ മലപ്പുറം ജില്ലയിലാണെന്ന് അറിയില്ല, പല സ്ഥലങ്ങളിലും അതായത് പഞ്ചസാരയുടെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിളൊക്കെ വരുന്നത്. കാരണം പഞ്ചസാര കഴിക്കുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. കൂടുതലായിട്ട് ക്യാൻസർ വരുന്നതിനുള്ള ഒരു പ്രധാന ഘടകം കൂടിയാണ് പഞ്ചസാര കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടു. അപ്പം അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയാണ് പഞ്ചസാര കഴിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.